മണിമലയ്ക്ക് സമീപം പഴയടത്ത് പുലർച്ചെയുണ്ടായ KSRTC ബസ് അപകടം വലിയൊരു ദുരന്തത്തിന്റെ വക്കിൽ നിന്നാണ് തലനാടഴിക്ക് രക്ഷപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം ഡിപ്പോയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രമായ ഗവിയിലേക്ക് യാത്രക്കാരുമായി പുറപ്പെട്ട KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഉല്ലാസയാത്രാ ബസ്സാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇരുളും തണുപ്പും നിറഞ്ഞ പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ബസ്സിലുണ്ടായിരുന്ന 28 യാത്രക്കാരും ജീവനക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഡ്രൈവറുടെയും യാത്രക്കാരുടെയും സംയോജിതമായ ഇടപെടലും ജാഗ്രതയുമാണ് വലിയൊരു ജീവഹാനി ഒഴിവാക്കാൻ സഹായിച്ചത്. മലപ്പുറത്ത് നിന്നും ഏറെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും ഗവിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനിറങ്ങിയ യാത്രക്കാരുടെ യാത്ര കോട്ടയത്തെ മണിമലയിൽ എത്തിയപ്പോഴാണ് ഭീതിതമായ സാഹചര്യത്തിലേക്ക് മാറിയത്. പഴയിടം ഭാഗത്ത് വെച്ച് ബസിന്റെ പിൻഭാഗത്തു നിന്നും അസ്വാഭാവികമായ രീതിയിൽ പുകയും നേരിയ തോതിൽ തീപ്പൊരിയും ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപകടം മണത്ത ഡ്രൈവർ ഉടൻ തന്നെ ബസ് പാതയോരത്തിൽ നിർത്തുകയും യാത്രക്കാരുടെ വേഗത്തിൽ പുറത്തിറങ്ങാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഉറക്കത്തിലായിരുന്ന യാത്രക്കാർ പരിഭ്രാന്തരായെങ്കിലും എല്ലാവരും സുരക്ഷിതമായി ബസിന് പുറത്തെത്തി മിനിറ്റുകൾക്കകം തന്നെ തീ ബസിനുള്ളിലേക്ക് ആളിപ്പടർന്നു. യാത്രക്കാർ ബസ്സിൽ നിന്നും ദൂരേക്ക് മാറി നിൽക്കുമ്പോൾ തന്നെ ബസിന്റെ പിൻഭാഗത്തെ എഞ്ചിൻ ഭാഗത്തു നിന്നും തുടങ്ങിയ തീ സീറ്റുകളിലേക്കും ബസിന്റെ ഉൾഭാഗത്തേക്കും അതിവേഗം വ്യാപിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബസ് പൂർണ്ണമായും അഗ്നിക്കിരയായി. ആകാശത്തേക്ക് ഉയർന്ന തീജ്വാലകളും കറുത്ത പുകയും പ്രദേശം മുഴുവനും ഭീതിയിലാഴ്ത്തി. പ്രദേശവാസികളും യാത്രക്കാരും ചേർന്ന് തീ അണയ്ക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും തീ നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തുടർന്ന് വിവരമറിഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ അതിവേഗം സ്ഥലത്തെത്തി. ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ബസ് പൂർണ്ണമായും കത്തിയമർന്നെങ്കിലും യാത്രക്കാരുടെ ബാഗുകളും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും വലിയൊരു പരിധിവരെ മാറ്റാൻ സാധിച്ചിരുന്നു. എങ്കിലും ബസിന്റെ ലോഹഭാഗങ്ങൾ മാത്രം അവശേഷിക്കുന്ന രീതിയിലായിരുന്നു ബസിന്റെ സ്ഥിതി. KSRTCയുടെ ഉല്ലാസയാത്രകൾക്കായി ഉപയോഗിക്കുന്ന ഇത്തരം ബസ്സുകളുടെ മെക്കാനിക്കൽ കണ്ടീഷനെ കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ ഉയരുന്നുണ്ട്. ദീർഘദൂര യാത്രകൾക്കും ഹൈറേഞ്ച് യാത്രകൾക്കും ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കൃത്യമായി സുരക്ഷാ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പ്രാഥമിക നിഗമനമനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ലൈനിലെ തകരാറോ ആകാം തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നുണ്ടെങ്കിലും വിശദമായ സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷമേ കൃത്യമായ കാരണം വ്യക്തമാകൂ. യാത്ര മുടങ്ങിയ 28 സഞ്ചാരികളെയും KSRTCയുടെ മറ്റൊരു ബസ് എത്തിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചു. അപകടമുണ്ടായ ഉടൻ തന്നെ മണിമല പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികളും സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മണിമല ഭാഗത്ത് ഗതാഗതത്തിന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് അത് പുനഃസ്ഥാപിച്ചു. ശബരിമല തീർത്ഥാടന കാലം കൂടിയായതിനാൽ പത്തനംതിട്ട ഭാഗത്തേക്കുള്ള റോഡുകളിൽ വലിയ തിരക്കുള്ള സമയത്താണ് ഇത്തരമൊരു അപകടം നടന്നത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഴയ ബസ്സുകൾ ഇത്തരം യാത്രകൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഗതാഗത വകുപ്പ് അന്വേഷണം നടത്തും. ഭാഗ്യം കൊണ്ട് മാത്രം വൻ ദുരന്തം ഒഴിവായ ഈ സംഭവം പൊതുഗതാഗത സംവിധാനങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ഗൗരവമായ പുനർചിന്തയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അപകട സ്ഥലത്തു നിന്നും മാറ്റിയ ബസിന്റെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും പരിശോധിക്കും. വരും ദിവസങ്ങളിൽ KSRTC മാനേജ്മെന്റ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായ വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.